പ്രഖ്യാപിച്ചു. നാമും അത് പ്രഖ്യാപിക്കേണ്ടവരാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ വിശ്വാസ കർമ്മ മേഖലകളെല്ലാം നമുക്ക് മാതൃക ആരെന്നറിയുമോ? മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഉത്തമമായ മാതൃക നിങ്ങൾക്ക് ആ പ്രവാചകനിലുണ്ട്. നമുക്കുള്ള മാതൃക ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അതല്ലാതെ ഇവിടെയുള്ള നേതാക്കന്മാരല്ല, ഇവിടെയുള്ള സാദാത്യങ്ങളല്ല, ഇവിടെയുള്ള ശൈഖുനമാരല്ല, ഇവിടെയുള്ള സംഘടനകളല്ല. നമുക്ക് മാതൃക അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റേണ്ടവരാണ്. ആ മാർഗം നമ്മൾ സ്വീകരിക്കുന്നില്ലയോ, നാളെ റബ്ബിന്റെ കോറ്റിൽ വരികയാണ്, വിചാരണ രംഗം നേരിടുകയാണ്. ആ രംഗം കഴിയുമ്പോ അതാ മനുഷ്യ മക്കൾ ദാഹിച്ചു വലഞ്ഞ് അവശരായി ഒരിറ്റ് വെള്ളം എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അതാ കുടിനീരിന് വേണ്ടി പരക്കം പായുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൗദുൽ കൗസർ നൽകുന്ന രംഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് ഹൗദുൽ കൗസറിന്റെ പാനീയം അതിങ്ങനെ കോരി വിതരണം ചെയ്യപ്പെടുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, ലയരിദന്ന അലയ്യ അഖ്വാമുൻ അഅരിഫുഹും വയഅരിഫൂനനി. അവിടെ എന്റെ അടുക്കൽ ചില ആളുകൾ വരികയാണ്. ആരിഫുഹും വയഅരിഫൂനനി, ഞാൻ അവരെ തിരിച്ചറിയുന്നു, അവർ എന്നെയും തിരിച്ചറിയുന്നു. അവരതാ എന്റെ അടുക്കലേക്ക് ഹൗദിന്റെ സമീപത്തേക്ക് ഇങ്ങനെ വരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സുമ്മ യുഹാലു ബൈനീ വബൈനഹും, എനിക്കും അവർക്കുമിടയിൽ മറയിടപ്പെടുകയാണ്. അവര് ഹൗദിന്റെ സമീപത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതാ അവർക്കിടയിൽ അങ്ങ് മറയിടപ്പെടുകയാണ്, അവരെ അങ്ങ് തടഞ്ഞു വെക്കപ്പെടുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, ഇന്നഹും മിന്നീ, അവർ എന്നിൽപ്പെട്ടവരാണ്. മിൻ അസ്ഹാബി, എന്റെ സ്വഹാബാക്കളാണ്. മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അവരെ തടയല്ല മലക്കുകളെ, അവരെ എന്റെ അടുക്കലേക്ക് പറഞ്ഞുവിടൂ, ഞാൻ ഈ ഹൗദിൽ നിന്ന് പാനീയം കോരിക്കൊടുക്കട്ടെ എന്ന് നബി തങ്ങൾ അവിടെ വെച്ച് വിളിച്ചു പറയുമ്പോ ഫയുഖാലു, അതാ പ്രവാചകനോട് പറയപ്പെടുകയാണ്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. നബിയേ, അങ്ങയുടെ കാലശേഷം ഇവരെന്തൊക്കെയാണ് ചെയ്തത് എന്ന് പ്രവാചകരെ താങ്കൾക്കറിയില്ല കേട്ടോ. അങ്ങ് പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ്, അങ്ങ് പഠിപ്പിക്കാത്ത ഒരുപാട് സംഗതികൾ ചെയ്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെടുമ്പോ ഫഅഖൂലു, അവിടെ വെച്ച് നബി തങ്ങൾ വിളിച്ചു പറയുകയാണ്, സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ഗയ്യറ ബഅദീ. അവർക്ക് നാശം, അവർക്ക് നാശം, അവർ ദൂരെ പോകട്ടെ, അവർ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൗദുൽ കൗസറിന്റെ പാനീയം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗം ഏതെന്നറിയുമോ? ബിദ്അത്തിന്റെ കക്ഷികളാണ്, പുത്തൻവാദികളായ ആളുകളാണ്, മതത്തിൽ പുതിയതായി പലതും കടത്തിക്കൂട്ടുന്നവരായ ആളുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. സഹോദരങ്ങളെ, നമുക്ക് മാതൃക പ്രവാചകനാണ്. അവിടെ നിന്നൊന്നും പഠിപ്പിക്കാതെ പോയിട്ടില്ല, അവിടെ നിന്നെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, വഅൻതും, നിങ്ങളാകട്ടെ, തുസ്അലൂന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, അന്നി, എന്നെ പറ്റി, എന്നെ കുറിച്ച് നാളെ റബ്ബുൽ ആലമീൻ നിങ്ങളോട് ചോദിക്കുമ്പോ ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്താണ് പറയുക? റബ്ബിനോട് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുക? ആ സമയത്ത് അതാ സ്വഹാബത്ത് മറുപടി പറയുകയാണ്, ഖാലു നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത. നബിയേ, അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളോട് ഗുണദോഷിച്ചിട്ടുണ്ട്, ഞങ്ങളോട് പൂർത്തീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് ഒന്നടങ്കം മറുപടി പറയുമ്പോ അതാ ഫഖാല ബിസ്ബഇ സബ്ബാബ യർഫഉഹാ ഇല സമാ വയൻകുതുഹാ ഇല الناس اللهم اشهد اللهم اشهد اللهم اشهد. അല്ലാഹുവിനെ സാക്ഷി നിർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അവിടുന്ന് പഠിപ്പിച്ചു, എല്ലാം അവിടുന്ന് പൂർത്തീകരിച്ചു. ഇനി നമ്മളാരും നമ്മുടെ വകയായിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് ഒന്നും തന്നെ കടത്തിക്കൂട്ടേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഇനി കടത്തിക്കൂട്ടിയാൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. അതാണ് പണ്ഡിതന്മാർ ബിദ്അത്തിന് നൽകിയ നിർവചനം എന്തെന്നറിയുമോ? അൽ ഹദഥു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ. പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനിലേക്ക് പുതിയതായി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടിയാൽ അതിനാണ് സഹോദരങ്ങളെ ബിദ്അത്ത് എന്ന് പറയുക. ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ആഖിറത്തിൽ വരുമ്പോ ഹൗദുൽ കൗസറിന്റെ പാനീയം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഹൗദിന്റെ ചോട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയാണ്. മാത്രവുമല്ല, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ
ضلالة وكل ضلالة في النار. ബിദ്അത്തിന്റെ കക്ഷികൾ എവിടെയാണ്? നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരാണോ പ്രവാചകനെ അനുസരിക്കുന്നത് അവരാണ് സ്വർഗത്തിൽ. ആരാണോ അവിടത്തേക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവർക്കുള്ള സങ്കേതം നരകമാണ്. മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. എന്നെ അനുസരിക്കുന്നവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. എന്നോട് അനുസരണക്കേട് കാണിക്കുന്നവനാരോ അവനാണ് വിസമ്മതിച്ചവൻ, അവർ നരകത്തിലാണ് എത്തിപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമുക്കുള്ള മാതൃക ആരാണ്? പ്രവാചകനാണ്. നമ്മൾ നമസ്കരിക്കുന്നു, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? എത്ര റക്അത്താണ് നമസ്കരിക്കേണ്ടത്? എവിടെയാണ് കൈകെട്ടേണ്ടത്? എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്? തശഹുദിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? അവിടെ എന്താണ് ചൊല്ലേണ്ടത്? ആദ്യമേത് ഭാഗത്തേക്കാണ് സലാം വീട്ടേണ്ടത്? ഇങ്ങനെ സകല കാര്യങ്ങളിൽ നമുക്ക് മാതൃക ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ ഇന്ന് നബി തങ്ങളെ പഠിപ്പിക്കാത്ത ഒരുപാട് സംഗതികൾ ദീനിലേക്ക് കടത്തി കൂട്ടിയിട്ട് അതിനെല്ലാം അത് നല്ലതല്ലേ 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 എന്ന ന്യായീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, മതത്തിന്റെ കാര്യത്തിൽ നല്ലതും ചീത്തയും തീരുമാനിക്കേണ്ടത് നമ്മളല്ല, അള്ളാഹുവാണ്, അവന്റെ പ്രവാചകനാണ്. അവർ പഠിപ്പിച്ചിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പോലും ദീനിലേക്ക് കടത്തി കൂട്ടേണ്ട ആവശ്യമില്ല. നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം ഇങ്ങനെ കടച്ചിക്കൂട്ടും. അത് ദിക്റല്ലേ, ഖുർആനോത്തല്ലേ, സ്വലാത്തല്ലേ, നല്ലതല്ലേ, അതിനെന്താ തകരാറ് എന്നിങ്ങനെയായിരിക്കും ആളുകൾ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരുപാട് പുതിയതായ കാര്യങ്ങൾ കടത്തിക്കൂട്ടിയിട്ട് അത് ചെയ്യുന്നവരും അതിനെ അനുകൂലിക്കുന്നവരും അവർ പറയുന്ന ന്യായം നല്ലതല്ലേ 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 എന്നാണ്. നമസ്കാരം നല്ലതല്ലേ, നമസ്കാരം നല്ലതാണ്. നമ്മളെല്ലാവരും നമസ്കാരം നിർവഹിക്കുന്നു. നമസ്കരിച്ചാൽ സ്വർഗമുണ്ട്, നമസ്കരിച്ചില്ലെങ്കിൽ നരകമുണ്ട്. ഒരാൾ വിചാരിക്കണം നമസ്കാരമല്ലേ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കേണ്ട സുബ്ഹി ഒരാൾ 3 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ് നമസ്കാരമല്ലേ നല്ലതല്ലേ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, നിസ്കരിച്ചല്ലേ ഉള്ളൂ, 1 റക്അത്ത് കൂടുതൽ നിസ്കരിച്ചു, നിസ്കാരല്ലേ, നിസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ അവിടെ ചെയ്തത് ഖുർആൻ പാരായണമാണ്, ദിക്റാണ്, ദുആയാണ്. എന്താണ് ദിക്റിന് കുഴപ്പമുണ്ടോ? ദുആക്ക് കുഴപ്പമുണ്ടോ? നമസ്കാരത്തിന് കുഴപ്പമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ എന്താ സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ളത്? ആ മനുഷ്യന് നമസ്കാരം ശരിയാണോ? ആ നമസ്കാരത്തിന് കൂലി കിട്ടുമോ? ആ നമസ്കാരത്തിന് പ്രവാചകന്റെ സുന്നത്തിന്റെ പിൻബലമുണ്ടോ? അതോ ബിദ്അത്തിന്റെ പരിധിയിലാണോ വരിക? ഏത് സാധാരണക്കാരും എളുപ്പത്തിൽ തിരിയുന്നതാണ്. കിതാബോധി അറിയണമെന്നില്ല, പള്ളി ദർസുകളിൽ പഠിക്കണമെന്നില്ല, യൂണിവേഴ്സിറ്റിയുടെ പടികൾ കയറി ഇറങ്ങണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് 2 റക്അത്ത് നമസ്കാരം സുബഹി നമസ്കാരം നമുക്ക് പഠിപ്പിച്ചുവെങ്കിൽ ആ 2നെ 2.5 3 പാടുള്ളതല്ല. നമസ്കാരമല്ലേ നല്ലതല്ലേ എന്ന ന്യായീകരണം ഒരിക്കലും അവിടെ ഫിറ്റായി വരുന്നില്ല. ഇതുപോലെയാണ് സഹോദരങ്ങളെ ഏതൊരു കാര്യവും. 1 റക്അത്തിൽ ഒരു റുക്കൂ ആണ്. ഒരാൾ പറയുന്നു റുക്കൂ അല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് 1 റക്അത്തിൽ 2 റുക്കൂ ചെയ്താൽ അവന്റെ നമസ്കാരം ശരിയാകുന്നില്ല. ഒരാൾ പറയുകയാണ് സുജൂദല്ലേ നല്ലതല്ലേ, സുജൂദ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന രംഗമല്ലേ, അതുകൊണ്ട് 2 സുജൂദ് ചെയ്യേണ്ട സ്ഥാനത്ത് ഒരാൾ 4 സുജൂദ് ചെയ്താലോ അവന്റെ നമസ്കാരം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് ഔട്ടാണ്. ആ മനുഷ്യൻ ചെയ്തതെന്താ? സുജൂദാണ്. സുജൂദിന്റെ എണ്ണം കൂട്ടി. സുജൂദിന് തകരാറുണ്ടോ? ഇല്ല. സുജൂദ് നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ 2 സുജൂദാണ് 1 റക്അത്തിൽ പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ ആ 2 സുജൂദിനെ 3 ആക്കാനുള്ള അധികാരം ഒരാൾക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും തന്നെ വകവെച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 2 സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ ആ 2 സുജൂദിൽ തന്നെയാണ് നിൽക്കേണ്ടത്. ഒരാൾ പറയുകയാണ് ഖുർആനല്ലേ നല്ലതല്ലേ, ഖുർആൻ നല്ലതാണ്, റബ്ബിന്റെ കലാമാണ്, ഓതിയാൽ കൂലിയുണ്ട്. ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഖുർആൻ ഓതിയാൽ അതിനൊരുപാട് മഹത്തായ പ്രതിഫലമുണ്ട്. എന്നാൽ ഒരാൾ റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി നമ്മളോട് വിലക്കിയതാണ്. റുകൂഇലും സുജൂദിലും നിങ്ങൾ ഖുർആൻ ഓതാൻ പാടില്ല. അപ്പോൾ ഒരാൾ പറയുന്നു ഖുർആനല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതിയാലോ അത് ശരിയാകില്ല, പ്രവാചകന്റെ സുന്നത്തിന്റെ പിൻബലമില്ല. ഇങ്ങനെയാണ് ഏതൊരു കാര്യവും മനസ്സിലാക്കേണ്ടത്. ഒരാൾ ഇതാ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ഖുർആൻ ഓതുകയാണ്, അതല്ലെങ്കിൽ മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലുകയാണ്, എന്നിട്ട് ന്യായം പറയുകയാണ് അത് ഖുർആനല്ലേ അത് ദിക്റല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ അതിന്റെ ഇസ്ലാമിക വിധി? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഗ്ദാഉ
വബിഹാ ഇലൽ മൗതാ. തീർച്ചയായും ഖുർആൻ പാരായണം ചെയ്ത് അത് മരണപ്പെട്ട ആളുകളുടെ ഖബറിലേക്ക് ഹദിയ ചെയ്താൽ ആ ഖുർആൻ പാരായണത്തിന്റെ സവാബ്, അതിന്റെ പ്രതിഫലം ആ ഖബറാളിക്ക് ലഭിക്കില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഒരാൾ ന്യായം പറയുകയാണ്, ഖുർആനല്ലേ നല്ലതല്ലേ, മരിച്ചിടത്തിൽ ഓതിയാൽ എന്താണ് അതിന് തകരാറ്, ഖബറിൽ ഓതിയാൽ എന്താണ് തകരാറ്? ഉസ്താദിനെ കൊണ്ടുവന്ന് ഖുർആൻ പാരായണം ചെയ്യിച്ച് ബാപ്പാന്റെ ഖബറിലേക്ക് പാർസലാക്കിയാൽ എന്താണ് അതിന് തകരാറ്? ഖുർആനല്ലേ നല്ലതല്ലേ എന്ന് ന്യായം പറയുന്നവരോട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അങ്ങനെ ഖുർആൻ ഓതി ഖബറിലേക്ക് ഹദിയ ചെയ്താൽ മരണപ്പെട്ട വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല, മുൻഗാമികളിൽപ്പെട്ട ആരും തന്നെ അപ്രകാരം ചെയ്തതായി ഉദ്ധരിക്കപ്പെടുന്നില്ല. വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ആ വിഷയത്തിൽ നമ്മേക്കാൾ മുൻകടക്കുമായിരുന്നു എന്നാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ ഖുർആനല്ലേ നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞിട്ട് മയ്യിത്തിന്റെ സമീപത്ത് ഖുർആൻ ഓതിയാൽ, ഖബറിങ്കൽ പോയി ഖുർആൻ ഓതിയാൽ അതിന് പ്രവാചകന്റെ സുന്നത്തിന്റെ പിൻബലമില്ല. പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് ആ മനുഷ്യനതാ പുറത്തു പോവുകയാണ്. ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിക്ർ നല്ലതാണ്, അതിനൊരുപാട് പോരിശയുണ്ട്. നാളെ ആഖിറത്തിൽ നന്മയുടെ മീസാൻ കരം തൂങ്ങാൻ സഹായിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. എത്ര വേണമെങ്കിലും ഒരാൾക്ക് ചൊല്ലാം, എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് ചൊല്ലാം. അതിന് എണ്ണമില്ല. അഫ്ളലുൽ ദിക്റാണ്, അതിനേക്കാൾ അഫ്ളലായ ദിക്ർ വേറെ ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സമയം നിശ്ചയിച്ച് ആ സമയത്ത് ഇത്ര എണ്ണം നിശ്ചയിച്ചുകൊണ്ട് പ്രവാചകനെ പഠിപ്പിക്കാത്തൊരു സമയം, ഒരു സാഹചര്യം കൊണ്ടുവന്ന് അവിടെ ഇന്ന ദിക്ർ ഇത്ര തവണ എന്ന് പറഞ്ഞുകൊണ്ട് നാം കൊണ്ടുവരുമ്പോ അത് ബിദ്അത്തിന്റെ പരിധിയിലാണ് വരിക. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചെല്ലുന്ന ആളുകൾ മനസ്സിലാക്കണം. അവർ പറയുന്ന ന്യായം എന്താ? ദിക്റല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ, അഫ്ളലു ദിക്റല്ലേ എന്നാണ് അവർക്ക് പറയാനുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ ഫലാ യർഫഉ സൗത ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈറു ദാലിക. മയ്യിത്തിന്റെ കൂടെ പോകുമ്പോ മിണ്ടാൻ പാടില്ല. അത് ഖുർആൻ പാരായണമാണെങ്കിലും ദിക്റാണെങ്കിലും മറ്റ് സംസാരമാണെങ്കിലും അത് പാടില്ലെന്ന് പറഞ്ഞതാരാ? ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരാണ് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത്. ഒരാൾ ദിക്റല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലിയാൽ ഇസ്ലാമിക വിരുദ്ധമാണ്, പ്രവാചക സുന്നത്തിന് വിരുദ്ധമാണ്, സുന്നത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്, ബിദ്അത്തിന്റെ പരിധിയിലാണ് വരിക. ഇങ്ങനെ ഏതൊരു കാര്യവും മനസ്സിലാക്കുക. ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ 33 സുബ്ഹാനല്ലാഹ് പ്രവാചകനെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ടോട്ടൽ 99 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെ ചൊല്ലി 100 തികക്കുക. ഈ എണ്ണം പ്രവാചകൻ പഠിപ്പിച്ചതാണ്, വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. 33 ചൊല്ലണ്ട സുബ്ഹാനല്ലാഹ് ഒരാൾ 34 ആക്കിയാലോ ഇല്ല. അതിനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശൈഖുനക്കും നൽകിയിട്ടില്ല, ഒരു ഉസ്താദിനുമില്ല, ഒരു സാദാത്യങ്ങൾക്കുമില്ല, ഒരു സംഘടനക്കുമില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. തീരുമാനം അവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. വഹയിന്റെ അടിസ്ഥാനത്തിൽ നബിതങ്ങൾ എണ്ണം പറഞ്ഞതാണ്. 33 സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആ 33 നിൽക്കുക എന്നല്ലാതെ അവിടെ 34ലേക്ക് കടക്കാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ് സഹോദരങ്ങളെ. ഇങ്ങനെ ഏതൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ ചോദിക്കുകയാണ്, ബാങ്ക് നല്ലതല്ലേ? നമുക്കെന്താ പറയാനുള്ളത്? ബാങ്ക് നല്ലതാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. ബാങ്ക് കേട്ടപ്പോൾ നമ്മുടെ സംസാരം ഇവിടെ നിർത്തിവെച്ചു. 5 നേരം പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. ബാങ്കിന്റെ പദങ്ങൾ ഏറ്റവും അർത്ഥവത്തായ പദങ്ങളാണ്. എന്നാൽ നമ്മൾ ആരെങ്കിലും മയ്യിത്ത് നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കാറുണ്ടോ? പാപ്പാന്റെ ഉമ്മാന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോ അതിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ആരും ബാങ്കും ഇഖാമത്തും കൊടുക്കാറില്ല. ഇതാ റമദാൻ വരികയാണ്. തറാവീഹ് നമസ്കാരത്തിന് ഒരു പള്ളികളിലും ബാങ്കും ഇഖാമത്തുമില്ല. പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്കും ഇഖാമത്തുമില്ല. കഴിഞ്ഞ മാസം അടുക്ക് വേണ്ടിയുള്ള നമസ്കാരം നടന്നു. സംഘടനാ വ്യത്യാസമില്ലാതെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടി മൈതാനത്ത് പോയി മഴയ്ക്ക് വേണ്ടി 2 റക്അത്ത് നമസ്കരിച്ചപ്പോ ഒരാളും ബാങ്കും ഇഖാമത്തും കൊടുത്തില്ല. ഗ്രഹണ നമസ്കാരത്തിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നില്ല. എന്താ കൊടുക്കാത്തത്? ബാങ്ക് നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ അവിടെ ബാങ്ക് കൊടുത്താൽ അത് ബിദ്അത്താണ്. അവിടെ ബാങ്ക് കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബാങ്കിന് ശേഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ബാങ്ക് കേട്ടാൽ നിങ്ങൾ
ദിക്റിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ബാങ്കിനു ശേഷം ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് സുന്നത്താണ്. ബാങ്കിന് മുമ്പ് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാലോ അത് ബിദ്അത്താണ് സഹോദരങ്ങളെ. കാരണം എന്താ? ബാങ്കിന് മുമ്പ് ഒരു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്ത് നല്ലതല്ലേ? സ്വലാത്ത് നല്ലതാണ്. പുണ്യമില്ലേ? പുണ്യമുണ്ട്. കൂലിയില്ലേ? കൂലിയുണ്ട്. മൻ സ്വല്ല സ്വലാത്തൻ അലയ്യ സല്ലല്ലാഹു അലൈഹി അശ്റാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് 10 ഗുണം ചെയ്തു കൊടുക്കുന്നതാണ്. സ്വലാത്തിന് കൂലിയുണ്ട്. ബാങ്കിന് ശേഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും സ്വലാത്ത് ചൊല്ലാം. ഇവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലാം, വീട്ടിലിരുന്ന് സ്വലാത്ത് ചൊല്ലാം, പള്ളിയിലിരുന്ന് സ്വലാത്ത് ചൊല്ലാം, ഷോപ്പിലിരുന്ന് സ്വലാത്ത് ചൊല്ലാം, വാഹനത്തിലിരുന്ന് സ്വലാത്ത് ചൊല്ലാം. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സമയം പ്രവാചകൻ നിശ്ചയിച്ചിട്ടില്ലാത്തൊരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് ഇത്ര സ്വലാത്ത് എന്ന് പറഞ്ഞ് പുതിയ സമയം കൊണ്ടുവരുമ്പോ, പുതിയ സാഹചര്യം കൊണ്ടുവരുമ്പോ, പുതിയ എണ്ണം നിശ്ചയിക്കുമ്പോ അത് ബിദ്അത്തിന്റെ പരിധിയിലാണ് വരിക. ബാങ്കിന് മുമ്പുള്ള സ്വലാത്ത് ബിദ്അത്തിന്റെ പരിധിയിലേക്ക് പോകുന്നു. ബാങ്കിന് ശേഷമുള്ള സ്വലാത്ത് സുന്നത്തിലാണ് ഉൾപ്പെടുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഒരു മനുഷ്യനങ്ങ് തുമ്പുകയാണ്. ഉടൻ തന്നെ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. തുമ്മിയാൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. കേൾക്കുന്നവന് യർഹമുക്കല്ലാഹ്. തുമ്മിയവൻ വീണ്ടും എന്ന് പറയണം, യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒരാൾ തുമ്മിയപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അതിന്റെ കൂടെ ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലിയപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ഇടപെടുകയാണ്, മാ അല്ലംനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹകദാ. ഇപ്രകാരം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. തിരുത്തി കൊടുക്കുകയാണ്, പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഇതുപോലെ സഹോദരങ്ങളെ എല്ലാ കാര്യത്തിലും നമുക്ക് മാതൃക ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.